നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. വലിയ രീതിയിൽ ഊർജം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂതികൾക്കും എല്ലാവർക്കും. കാരണം തങ്ങളെ ഇതുവരെ നയിച്ചുകൊണ്ടിരുന്ന പ്രധാനി ഖമനേയി എവിടെയായിരുന്നു എന്ന് പോലും ആർക്കും അറിയാത്ത ഒരു ഘട്ടമായിരുന്നു. കഴിഞ്ഞ ദിവസം എല്ലാവർക്കും ഒരു എനർജി കൊടുക്കാൻ വേണ്ടിയാണ് ഖമനേയി രംഗത്തേക്ക് വന്നത്. വന്നു നിന്ന് വലിയ രീതിയിലുള്ള ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അതേപോലെ പോവുകയും ചെയ്തു. എന്നാൽ ഖമനേയി ലക്ഷ്യം വെച്ചത് ഇപ്പോൾ നടന്നോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം ഇപ്പോൾ ഇറാഖി സായുധ സേന രംഗത്തേക്ക് ഇറങ്ങി ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, സിറിയയിലും സായുധ സംഘങ്ങൾ ഒളിവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഖമനേയി ഉദ്ദേശിച്ചിരുന്നത് ഇത് തന്നെ ആയിരുന്നു. അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് സോയി സാറിനോട് ചോദിച്ചറിയാം. സാർ, എന്തായിരുന്നു ഖമനേയി ലക്ഷ്യം വെച്ചത്? ഖമനയുടെ ഒരു ശരീരഭാഷ ഇന്നലെ ഒട്ടും ആവേശം ജനിപ്പിക്കുന്നതായിരുന്നില്ല. 85-കാരനായ ഖമനയെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമായിരിക്കാം. പക്ഷേ ഖമനയെ പോലൊരു ആത്മീയ നേതാവ് തോക്കുമേന്തി വന്ന് അനുയായികളോട് പ്രസംഗിക്കേണ്ട ഒരു അവസ്ഥ, അതാണ് ഇന്നലെ ലോകമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത്. പക്ഷെ ഖമനയുടെ പ്രസംഗത്തിന് ശേഷം തങ്ങൾക്ക് അവശേഷിക്കുന്ന ഊർജം ഇസ്രായേലിന് മുന്നിലും അമേരിക്കയ്ക്ക് മുന്നിലും പ്രകടമാക്കാനാണ് ഇപ്പോൾ തീവ്രവാദ സംഘങ്ങൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇന്ന് ഹൂതികളുടെ സൈനിക വക്താവ് നടത്തിയ ഒരു പ്രതികരണം. ആ ഹൂതികളുടെ സൈനിക വക്താവ് പറയുന്നത് തങ്ങളുടെ പക്കൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. 2040 കിലോമീറ്റർ പിന്നിടാൻ തങ്ങൾക്ക് 11.5 മിനിറ്റ് മാത്രം മതി. കഴിഞ്ഞ ദിവസം തങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ് ഇസ്രായേലിനെ. ഇനിയും അത്തരം ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേർക്കുണ്ടാകും എന്ന ഭീഷണി ഒരു വശത്ത് ഹൂതികൾ ഉയർത്തുന്നു. മറുവശത്ത് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം, ഭീകര സംഘടനയിൽപ്പെട്ടവർ തന്നെയാണ് 2 ഡ്രോണുകൾ ഇറാഖ് മേഖലയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടത്തിവിട്ടത്. സിറിയ ഇറാഖ് അതിർത്തിയിലുള്ള സൈനിക ക്യാമ്പിന് നേർക്കായിരുന്നു ആക്രമണം നടന്നത്. ഈ ഡ്രോൺ ഇറാന്റെ കൈവശമുള്ള ഡ്രോൺ ശ്രേണിയിൽപ്പെട്ടവയാണ്. അപ്പൊ ഇറാൻ കൈമാറിയ ഈ ഡ്രോൺ ഉപയോഗിച്ച് ഇറാഖിലെ സായുധ സംഘങ്ങൾ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണമാണ്. ആദ്യ ഡ്രോൺ അയൺ ഡോം തകർത്തു. പക്ഷേ രണ്ടാമത്തെ ഡ്രോൺ ആ സൈനിക ക്യാമ്പിൽ വീണ് 2 സൈനികർ കൊല്ലപ്പെട്ടു, 24 പേരോളം പരിക്കേൽക്കുകയുണ്ടായി. ഇക്കാര്യമൊക്കെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെയാണ് ഔദ്യോഗികമായി അറിയിച്ചത്. പക്ഷേ മറുവശത്ത് സമാനതകളില്ലാത്ത ആക്രമണം അമേരിക്ക തുടങ്ങിയിരിക്കുന്നു. 15 ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തുവെന്ന് അമേരിക്ക ഔദ്യോഗികമായി കുറിപ്പിട്ട് കഴിഞ്ഞു. തൊട്ടിപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ കാണാതായി എന്ന് പറഞ്ഞ ഹസൻ നസ്രള്ളയുടെ പിൻഗാമി ഹഷീം സഫീദീൻ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി ഇപ്പോൾ പറയുന്നു. വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഇസ്രായേൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി വടക്കൻ ബെയ്റൂത്തിൽ ഇപ്പോൾ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വടക്കൻ ബെയ്റൂത്തിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങളാണ് ഒരു വശത്ത് ഇസ്രായേൽ നടത്തുന്നത്. ഇസ്രായേൽ നേരിടുന്നത് 4 ദിക്കുകളിൽ നിന്നുള്ള ആക്രമണമാണ്. ഇപ്പോൾ അപകട സൂചനകളാണ്. 1, യമനിലെ ഹൂതികൾ; 2, ലെബനിൽ നിന്നുള്ള ഹിസ്ബുള്ള ആക്രമണങ്ങൾ; സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നുമുള്ള സായുധ സംഘങ്ങളുടെ ആക്രമണങ്ങൾ; മറുവശത്ത് പഴയ ഹമാസിന്റെ അവശേഷിക്കുന്ന തീവ്രവാദികൾ ഇസ്രായേലിന് നേർക്ക് നടത്തുന്ന ഒളിയാക്രമണങ്ങൾ. ഈ 4 ദിക്കുകളിൽ നിന്ന് ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് ഏതു വിധേനയും യുദ്ധം ചെയ്ത് ശത്രുക്കളെ തറപറ്റിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ മുന്നിലുള്ളൂ. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ജർമ്മൻ രഹസ്യാന്വേഷണ വിഭാഗം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഒക്ടോബർ 7 ലോകം കരുതുന്നതിനേക്കാൾ അപകടകരമായ ഒരു ദിവസമായിരിക്കുമെന്നാണ് ഇപ്പോൾ ജർമ്മനി നൽകുന്ന മുന്നറിയിപ്പ്. ഇസ്രായേൽ തിരിച്ചടിക്കൊരുങ്ങുമോ എന്ന ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് ജർമ്മനി പറയുന്നത്, ജർമ്മന്റെ ചാര സംഘടനകൾ പറയുന്നത്, അതിശക്തമായ ചില പ്രത്യാക്രമണങ്ങൾക്ക് ഭീകര സംഘടനകൾ പദ്ധതിയിടുന്നു എന്ന വിവരമാണ് ജർമ്മനി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് CNN പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്ന് രാവിലെ വലിയ വാർത്തയായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇറാനെ തങ്ങൾ ഏത് തലത്തിൽ ആക്രമിക്കുമെന്ന് ഇതുവരെ അമേരിക്കയോട് ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു CNN റിപ്പോർട്ട്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന ഒരു ഉറപ്പും ഇസ്രായേൽ നൽകിയിട്ടില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി. പക്ഷേ ഒക്ടോബർ 7-ാം തീയതി തിരിച്ചടിക്കുള്ള ഒരു ദിവസമായി ഇസ്രായേൽ തെരഞ്ഞെടുക്കുമെന്നാണ് അമേരിക്ക ഇപ്പോൾ വിശ്വസിക്കുന്നത്. ചുരുക്കത്തിൽ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേൽ സമാനതകളില്ലാത്ത ഒരു പ്രത്യാക്രമണം ഇറാന് നേർക്ക് നടത്തും
പ്രത്യേകിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ മാനസികമായി ആക്രമിക്കുക എന്ന തന്ത്രത്തിനാണ് ശത്രുക്കൾ ഇക്കഴിഞ്ഞ ദിവസം വട്ടം കൂട്ടിയത്. അതിന്റെ ഭാഗമായിരുന്നു ഖമനേയുടെ ഈ പ്രഭാഷണം. അതിനെ തുടർന്ന് ഹൂതി വക്താവിന്റെ ഈ വിരട്ടൽ, ഇപ്പോൾ ഇറാഖിലെ സായുധ സംഘങ്ങളിൽ നിന്നുള്ള ആക്രമണം, അവശേഷിക്കുന്ന ഹിസ്ബുള്ള തീവ്രവാദികളിൽ നിന്നുള്ള ഇസ്രായേലിന് നേർക്കുള്ള ഇത്തരം ആക്രമണങ്ങൾ, ഇതൊക്കെ ഒക്ടോബർ 7-ാം തീയതി എന്ന ഒരൊറ്റ ദിവസം ഇറാൻ ഭയക്കുന്നുവെന്നതിന്റെ തെളിവുകളാണ്. ഖമനേയി 5 വർഷങ്ങൾക്ക് ശേഷമാണ്, അതായത് നേരിട്ടൊരു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിനകത്തിൽ ഇപ്പോൾ ഇറാഖിൽ നിന്നുള്ള സായുധ സംഘങ്ങൾ വരുന്നു, സിറിയയിൽ നിന്നുള്ള സായുധ സംഘങ്ങൾ ആക്രമണത്തിന് വരുന്നു. അപ്പോൾ ഖമനേയി പെട്ടെന്ന് ഒരു പ്രഭാഷണം നടത്തി ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ഒരു നീക്കമാണോ നടത്തിയത്? അതോ ഇപ്പോൾ ആക്രമണങ്ങൾക്ക് വേണ്ടി തൻ്റെ ഒപ്പം നിൽക്കുന്ന സംഘങ്ങളെ എല്ലാവരെയും അവരുടെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് ആ പിന്തുണയുടെ ബലത്തിലാണോ ഇപ്പോൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഖമനേയി വന്നത്? അല്ല, ഖമനേയിയെ സംബന്ധിച്ച് ഇതൊരു നിലനിൽപ്പിന്റെ വിഷയമാണ്. ഖമനേയി ശരിക്കും ഭയപ്പെടുന്നുണ്ട് ഇറാൻ. കാരണം വ്യോമശക്തിയിലും മിസൈലുകളുടെ കരുത്തിലും ഇറാനേക്കാൾ വളരെ മുന്നിലാണ് ഇപ്പോൾ ഇസ്രായേൽ നിൽക്കുന്നത്. നമ്മൾ ആ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ പിന്നെ ആണവ ശക്തിയാകാൻ സാധ്യതയുള്ള ഇറാനെ ഇത്ര കാലം ആണവ പദ്ധതികളിൽ നിന്ന് പിന്നോക്കമടിച്ചത് ഇസ്രായേലിന്റെ നീക്കങ്ങൾ തന്നെയായിരുന്നു, മൊസാദിന്റെ നീക്കങ്ങൾ തന്നെയായിരുന്നു. നിരവധി ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തി, നിരവധി ആണവ നിലയങ്ങൾക്ക് നേരെ വൈറസ് ആക്രമണങ്ങൾ ഉള്ളവ നടത്തി, ആണവ കേന്ദ്രങ്ങൾ തന്നെ സ്ഫോടനത്തിൽ തകർത്ത് ഇത്രയേറെ വർഷങ്ങൾ ഇറാനി ഒരു ആണവശക്തി ആകുന്നതിൽ നിന്നും തടഞ്ഞത് ഇസ്രയേലും ഇസ്രയേലിന്റെ മൊസാദും തന്നെയാണ്. മൊസാദിന്റെ തലവൻ 2011 അവസാനത്തെ തലവൻ പടിയിറങ്ങുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു ചരിത്ര പ്രാധാന്യമേറിയൊരു പ്രസംഗമുണ്ട്. മൊസാദിന്റെ തലവൻ 2011 അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, 2005 ഇറാൻ ഒരു ആണവശക്തിയായി മാറേണ്ടതായിരുന്നു. ആണവ ആയുധങ്ങൾ ഇറാന്റെ കയ്യിൽ 2005 തന്നെ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷെ അതിനെ തടഞ്ഞു നിർത്താൻ ഇതുവരെ മൊസാദിന് കഴിഞ്ഞു. വരുന്ന 5 വർഷം കൂടി ഞാൻ നിങ്ങൾക്ക് ഇസ്രായേൽ ജനതയ്ക്ക് അക്കാര്യത്തിൽ ഗ്യാരണ്ടി നൽകാം. 2015 ഇപ്പോഴത്തെ നില തുടർന്നാൽ ഇറാൻ ആണവശക്തിയാകും. പക്ഷെ എനിക്ക് ശേഷം വരുന്ന മൊസാദിന്റെ തലവൻ അക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൊസാദും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൊസാദ് ഈ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചതുപോലെ വീണ്ടും പ്രവർത്തിച്ചാൽ ഇറാൻ ഒരു ആണവശക്തിയാകുന്നത് നമുക്ക് 2015 എന്നുള്ളത് വീണ്ടും കുറെ വർഷങ്ങൾ കൂടി നീട്ടിയെടുക്കാൻ കഴിയും. ആയുധം നമ്മുടെ മാംസത്തെ മുറിപ്പെടുത്താൻ തുടങ്ങിയാൽ പിന്നെ യുദ്ധം മാത്രമേ നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വലിയ ഒരു പ്രസംഗം, വൈകാരികമായ ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ നടന്നിരുന്നു. ഇപ്പോൾ ആണവ ശക്തിയായ ഒരു ഇറാനെയാണ് ഡൊണാൾഡ് ട്രംപ് കാണുന്നത്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇസ്രായേലിനോട് ആദ്യം പോയി ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കും, ബാക്കിയെല്ലാം പിന്നീട് എന്തു സംഭവിക്കട്ടെ എന്നാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ആണവ ശക്തിയായി ഇറാൻ വളർന്നു കഴിഞ്ഞാൽ ഈ ആണവായുധങ്ങൾ ഭീകര സംഘടനകളുടെ കയ്യിലെത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് ഇസ്രായേലിന്റെ ആത്യന്തിക നാശത്തിൽ കലാശിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തികഞ്ഞ ജാഗ്രതയാണ്. ഈ ഒരു പ്രത്യേക അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ അതീവ ജാഗ്രതയോടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഹൂതികൾക്ക് നേരെ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് വളരെ നിസ്സാരമായി നമുക്ക് കാണുക വയ്യ. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ ഇസ്രായേൽ യുദ്ധം ശക്തമായാൽ ആ ലോജിസ്റ്റിക്കാണ് ഏറ്റവും വലിയ പ്രശ്നമായി വരുന്നത്. അമേരിക്കയിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ ഇസ്രായേലിൽ എത്തിക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ ഹൂതികൾ കടലിലേക്ക് ആക്രമണങ്ങൾ തൊടുത്താൽ അത് അമേരിക്കൻ നീക്കത്തെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ഹുദൈദ തുറമുഖം നേരത്തെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്ന് പുനർനിർമ്മിക്കാനുള്ള പദ്ധതികളിലായിരുന്നു ഹൂതികൾ. പക്ഷെ ഇപ്പോൾ അമേരിക്ക കടന്നാക്രമണം നടത്തി അവരെ മാളത്തിൽ വെച്ച് തന്നെ പുകച്ച് അവിടെ നിർത്താനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. ഈ ഒക്ടോബർ 7-ന് മറ്റൊരു തലത്തിൽ, അതായത് ഇസ്രയേൽ എന്തായാലും ഒരു തിരിച്ചടി കൊടുക്കും എന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധർ എല്ലാവരും തന്നെ പറയുന്നത്. അതായത് ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവാണ് ഒക്ടോബർ 7, 2023. ആ ഒരു ഒക്ടോബർ 7-ലേക്ക് വീണ്ടും എത്തുകയാണ്. ആ ഒരു സമയത്ത് ഇറാനും ഭയപ്പെടുന്നുണ്ട് തങ്ങൾക്ക് നേരെ ശക്തമായ ഒരു ആക്രമണം ഇസ്രയേൽ നടത്തും, തങ്ങൾക്കൊരു മറുപടി നൽകും എന്നുള്ളത്. ഇതുവരെയും 181 മിസൈലുകൾ അയച്ച് ഇറാൻ ആക്രമണം നടത്തിയിട്ടും അതിന് തക്കതായ ഒരു മറുപടി ഇതുവരെ ഇസ്രയേൽ കൊടുത്തിട്ടില്ല. അത് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇസ്രയേൽ പതുങ്ങുന്നത്
എന്തുകൊണ്ടായിരിക്കാം? ഒക്ടോബർ 7-ന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ? കഴിഞ്ഞ ഏപ്രിൽ മാസം ഇറാൻ നടത്തിയ ആക്രമണത്തിന് അതേ തലത്തിൽ ഇസ്രായേൽ എന്നൊരു പ്രത്യാക്രമണം നടത്തിയിരുന്നു. പക്ഷേ ഇറാൻ പിന്നീട് ആക്രമണവുമായി മുന്നിട്ടിറങ്ങിയില്ല. ഇക്കുറി ഒരു തിരിച്ചടി എന്നുള്ളിടത്തല്ല ഇസ്രായേൽ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ സമയവും തീയതിയും കുറിക്കാൻ കാലതാമസം എടുക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു ചരിത്രത്തിൽ അവർക്ക് അപൂർവമായി ലഭിക്കുന്ന ഒരു സുവർണ അവസരമാണ്. കാരണം ഒരു യുദ്ധത്തിൽ ഇറാനെ പിന്നോക്കമടിക്കുക, പതിറ്റാണ്ടുകൾ പിന്നോട്ട് കൊണ്ടുപോവുക, അതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം, അതാണ് അമേരിക്കയുടെ ലക്ഷ്യം. 1980-കളുടെ തുടക്കത്തിൽ ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഇസ്രായേൽ ഈ ആണവ ശക്തിയായി ഇറാൻ മാറിയാൽ അത് മേഖലയിൽ തങ്ങൾക്ക് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയാകുമെന്ന് അമേരിക്കയെ നേരത്തെ തന്നെ അറിയിച്ചതാണ്. അന്ന് അമേരിക്ക അത് വേണ്ടത്ര ജാഗ്രതയോടെ നോക്കിക്കണ്ടില്ല. ഇസ്രായേലിന് അക്കാര്യത്തിൽ അമേരിക്കയുടെ അക്കാലത്ത് വലിയ ഒരു പരാതി ഉണ്ടായിരുന്നു. കാരണം ഇറാനെ ആക്രമിച്ച് തളർത്തിയില്ല എങ്കിൽ മേഖലയിൽ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമെന്ന് ഇസ്രായേൽ ഭയപ്പെട്ടിരുന്നു. ഒരു യുദ്ധം അനിവാര്യമാണ് എന്ന് ഇസ്രായേൽ കരുതാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. പ്രത്യേകിച്ച് ഇറാനെ യുദ്ധത്തിൽ തളർത്തി ആക്രമിച്ച് അവരുടെ ആണവ നിലയങ്ങൾ തകർത്ത് ഒരു ശുഷ്ക രാജ്യമാക്കി മാറ്റുക എന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അത് മേഖലയിലെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി ഇസ്രായേൽ നേരത്തെ വിഭാവനം ചെയ്ത ഒരു കാര്യമാണ്. അവിടെയാണ് ആ ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ആരും പറയുന്നില്ല ഇസ്രായേലിനോട് യുദ്ധം ചെയ്യരുത്, ഇറാനെ ആക്രമിക്കരുത് എന്ന്. ഒരൊറ്റ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇസ്രായേലിന്റെ മുന്നിൽ അഭ്യർത്ഥനയുമായി എത്തുന്നില്ല. നേരത്തെ നമ്മൾ ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമൊക്കെ ഈ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണങ്ങൾ തൊടുത്തപ്പോൾ വലിയ തോതിൽ ആക്രമണങ്ങൾ ലെബനനിന്റെ നേർക്ക് നടത്തരുത് എന്ന് പറഞ്ഞ രാജ്യങ്ങളൊന്നും ഇപ്പോൾ ഇറാനെ ആക്രമിക്കരുതെന്ന് പറയുന്നില്ല. കാരണം ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നത് ഭീകരത കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ആ ഭീകരതയ്ക്ക് അറുതി വരണമെങ്കിൽ കൃത്യമായ ആക്രമണത്തിലൂടെ ആ ഭീകരതയുടെ ഉത്ഭവ കേന്ദ്രം തകർത്തെറിയണം. ഖമനയെ വിഭാവനം ചെയ്യുന്നത് സിറിയയിലും ഇറാഖിലും യമനിലും ലെബനനിലുമൊക്കെ ജോർദാനിൽ പോലും തങ്ങളുടെ ഷിയ മുൻതൂക്കമുള്ള ഇത്തരം സായുധ സംഘങ്ങളെ ശക്തമാക്കി ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യണമെന്നാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചത് നിലനിൽപ്പിന്റെ അവസാന പോരാട്ടമാണ്. അവർ അതിൽ വിജയിക്കുക എന്നൊരൊറ്റ പോംവഴി അവർക്ക് മുന്നിലുള്ളൂ. കാരണം കീഴടങ്ങിയാൽ എന്നേക്കുമായി ഇസ്രായേൽ എന്ന ആ പേര് ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ക്കപ്പെടും. ഈ പലസ്തീൻ വിപുലീകരിക്കാനുള്ള എല്ലാ അവസരവും തക്കം പാത്തിരിക്കുകയാണ് ഇത്തരം രാജ്യങ്ങൾ. ഇസ്രായേലിന്റെ നിലനിൽപ്പിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവി. തുടക്കത്തിൽ ഒക്ടോബർ 7-ന് ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ നെതന്യാഹു സർക്കാരിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു. ഇത്രത്തോളം ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ബെഞ്ചമിൻ നെതന്യാഹു പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇസ്രയേലിന്റെ എല്ലാ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് ഹമാസിനെ പോലെ ഒരു സംഘടന ആക്രമണം നടത്തുന്നു. അതിനുശേഷം ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരുന്നു അത്. ഇന്നിപ്പോൾ ഇറാനുമായുള്ള ഒരു യുദ്ധത്തിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇത് അനിവാര്യമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇനി ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലാണെങ്കിൽ കൂടിയും ജനങ്ങളെ തന്നോടൊപ്പം നിർത്തുക എന്നുള്ളതും പ്രധാനമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്. യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ സൈനികരുടെ, അതായത് ഇസ്രയേൽ സൈനികരുടെ മാതാപിതാക്കൾ പോലും നെതന്യാഹുവിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ യുദ്ധം നെതന്യാഹുവിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത്? ഈ യുദ്ധവെറി കാട്ടി രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു തീർത്തും ബാലിശമായ ഒരു ആരോപണം ഈ ഘട്ടത്തിൽ നമ്മൾ നെതന്യാഹുവിന് നേർക്ക് ഉയർത്തുന്ന അത്ര ശരിയല്ല. കാരണം നെതന്യാഹുവിന്റെ ഒരു പിന്നാമ്പുറ കഥയുണ്ട്. അദ്ദേഹം പഴയ മൊസാദ് ചാരനാണ്. ഇസ്രയേൽ സേനയിലെ ഒരു ഉശിരുള്ള സൈനികനായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ എൻഡബെ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട മൊസാദിന്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. യോനാഥൻ നെതന്യാഹു എന്ന് പറയുന്ന ആ സൈനികന്റെ സേവനങ്ങളിൽ ഇപ്പോഴും ഇസ്രായേൽ വലിയ കരുതലോടെ ഓർമ്മിക്കാറുണ്ട്. അവരുടെ കുടുംബ പശ്ചാത്തലം പൂർണ്ണമായി രാജ്യത്തിന് വേണ്ടി അർപ്പിച്ചതാണ്. ഇസ്രായേലി ജനതയുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. അത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴേ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ മോഹവും സൈനിക മോഹവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കൊല്ലപ്പെടുന്ന ഈ സൈനികരിൽ മിക്കവരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന് ആദ്യം 8 പേർ കൊല്ലപ്പെട്ടു. അവരൊക്കെ 21 മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. ഇന്ന് കൊല്ലപ്പെട്ട 2 സൈനികർ 19 വയസ്സുള്ള യുവാക്കളാണ്, വളരെ ചെറുപ്പമുള്ളവരാണ്. അപ്പോൾ 19 വയസ്സിലും 20 വയസ്സിലും 21 വയസ്സിലുമൊക്കെ
സൈനിക സേവനത്തിന് പോകുന്നു. വളരെ ചെറുപ്പത്തിൽ അവർ കൊല്ലപ്പെടുന്നു. പക്ഷെ അത് മാതൃരാജ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു മഹത് കാര്യം അവർക്ക് കൂടുതൽ അവരുടെ ജീവിതത്തെ അലങ്കാരപ്പെടുത്തുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറാനെതിരെ ആക്രമണം നടത്തേണ്ട എന്ന് ഇസ്രായേലികൾ ആരും പറയുന്നില്ല. ഒരു ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ജനാധിപത്യ ബോധമുള്ള ഒരു ജനവിഭാഗം അവിടെയുള്ള, ആശയ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം വലിയ ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടെ മാധ്യമങ്ങൾക്ക് എന്തും തുറന്നെഴുതാം, മാധ്യമങ്ങളിൽ എന്ത് പ്രതിഷേധവും അറിയിക്കാം. പക്ഷേ നമ്മൾ ഇസ്രായേലി മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് യുദ്ധം വേണ്ട എന്നവർ പറയുന്നില്ല. ഹമാസിനെതിരെയുള്ള യുദ്ധം ആ ജനങ്ങൾ ഭയപ്പെട്ടത് ആ ബന്ദികൾ കൊല്ലപ്പെടുമോ എന്ന് ഭയന്നിട്ടായിരുന്നു. പക്ഷേ ഹിസ്ബുള്ളയെ ആക്രമിക്കരുത് എന്നുള്ള ഒരു ആവശ്യവും ഇസ്രായേലിൽ നിന്ന് ഉയരുന്നില്ല. ഹിസ്ബുള്ളയെ തകർക്കണമെന്ന് തന്നെയാണ് ഇസ്രായേലികൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ ഇറാനെ തകർക്കണം, അതിൽ ഇസ്രായേലികൾക്ക് ഒരൊറ്റ വികാരമേ ഉള്ളൂ. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവള്ളിയായി ആദ്യ ഹമാസ് ആക്രമണം കൃത്യമായി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതല്ലാതെ ഇസ്രായേലിന് മുന്നിൽ ഒരു പോംവഴിയില്ല. ഹമാസുകാർ ഇത്ര കൊടിയ ക്രൂരത കാട്ടി ആ ക്രൂരതയെ ഇപ്പോൾ മഹത്വവൽക്കരിക്കുകയാണ് ഖമനേയി ചെയ്തിരിക്കുന്നത്. ഇന്ന് ഹൂതികൾ പറഞ്ഞത് ഒക്ടോബർ 7 തങ്ങൾ വിശുദ്ധ ദിനമായി ആചരിക്കുമെന്നാണ്. അപ്പൊ ശത്രുക്കളൊക്കെ ഇസ്രായേലിനെ കൊന്നൊടുക്കി ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ രാജ്യം നയിക്കുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ടാണ് യുദ്ധത്തിലേക്ക് മാത്രം കിടക്കുന്നത് നമുക്ക് വിലയിരുത്തുക വയ്യ. അത് അമേരിക്ക പോലും പറയുന്നില്ല. ആരും ഒരു രാജ്യങ്ങളും ഇപ്പോൾ നെതന്യാഹുവിനെ പേരെടുത്ത് കുറ്റപ്പെടുത്തുന്നില്ല. എന്തിനേറെ പ്രതിപക്ഷ നേതാവ് പോലും, യാപ്പർ പോലും ഇപ്പോൾ നെതന്യാഹുവിന് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. മുൻ പ്രധാനമന്ത്രി നമ്മൾ നെപ്റ്റാലി മുൻ പ്രധാനമന്ത്രി നെപ്റ്റാലി ബെന്നറ്റ് ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായ പിന്തുണയാണ് ഇസ്രായേലിന് നൽകുന്നത്. കയറി അടിക്കാനാണ് പറയുന്നത്. ഇറാനെ തകർത്ത് ഇറാന്റെ ശക്തി ഇല്ലാതാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു കാലഘട്ടത്തിന്റെ അനിവാര്യതയായി ഇസ്രായേൽ കണക്കുകൂട്ടുന്നു, ഇസ്രായേലിലെ ജനങ്ങൾ കണക്കുകൂട്ടുന്നു. കാരണം അതിന് ഒരുപാട് ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. മുൻപ് അറബ് രാജ്യങ്ങൾ ശക്തരായിരുന്നു. ആ കാലഘട്ടം നമ്മൾ എടുത്താൽ ജോർദാന്, ഈജിപ്റ്റ്, സിറിയ, ഈ രാജ്യങ്ങളൊക്കെ അതിശക്തമായി നിലകൊണ്ടിരുന്ന കാലത്തായിരുന്നു അന്ന് അവർ ഒരുമിച്ച് ചേർന്ന് അറബ് രാജ്യങ്ങളുടെ ബാനറിൽ ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ ഒരുങ്ങിയതും ആ ആക്രമണത്തിന് ഇറങ്ങിത്തിരിച്ചതും. അന്ന് ഇസ്രായേൽ ഒറ്റയ്ക്ക് അവരെ പൊരുതി തോൽപ്പിച്ചു. ഇസ്രായേലിന്റെ അന്നത്തെ കണക്കൂട്ടൽ ശരിയായിരുന്നു. അതിനുശേഷം അവിടെ ആഭ്യന്തര കലഹങ്ങളുണ്ടായി. ഒടുവിൽ അറബ് രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി തകർന്നടിഞ്ഞു. ഇസ്രായേലിനെ സംബന്ധിച്ച് തങ്ങളുടെ ശത്രു രാജ്യങ്ങളെ സാമ്പത്തികമായി തകർന്നടിഞ്ഞില്ല എങ്കിൽ അവർ വീണ്ടും ഒരുമിച്ച് ചേർന്ന് ഈ ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഭീഷണി ഉയർത്തും. മറ്റു രാജ്യങ്ങളുടെ ഈ ദുരവസ്ഥയാണ് ഇപ്പോൾ അവർ ഏറെക്കുറെ ശുഷ്കമായി നിൽക്കാനുള്ളത്. ലെബനനിലെ ഔദ്യോഗിക സർക്കാർ, അവരുടെ പണമില്ല, സൈന്യമില്ല, ശുഷ്കമായ അവസ്ഥയിലാണ്. സിറിയ ഏറെക്കുറെ തകർന്ന നിലയിലാണ്. സിറിയയിലെ ഇപ്പോഴത്തെ ഭരണകൂടം എന്ന് പറഞ്ഞാൽ നിരന്തരം ആഭ്യന്തര കലഹം, നിർദ്ദയം അടിച്ചമർത്തുക, ഒരുപാട് നിരപരാധികളെ കൊന്നൊടുക്കിയാണ് ഭരണം തുടരുന്നത്. സമാനമായ അവസ്ഥയാണ് ഇറാഖിലെ അമേരിക്കൻ പിന്മാറ്റത്തെ തുടർന്ന് ഷിയ ഭരണകൂടം വരുന്നു. ഇറാന്റെ പിന്തുണ ലഭിക്കുന്നുവെങ്കിലും അമേരിക്ക ഇപ്പോഴും തങ്ങളുടെ സൈനിക താവളം അവിടെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഇറാഖിൽ തങ്ങളുടെ സൈനിക താവളം വീണ്ടും ശക്തിപ്പെടുത്താനുള്ള ഒരു നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. കാരണം തൊട്ടപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടുത്ത ആക്രമണ ഭീഷണി നിൽക്കുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള പോരാണ്. സൗദിയെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യുകയായിരുന്നു ഖമനയുടെ ഇന്നലത്തെ പ്രഭാഷണത്തിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത്. കാരണം സൗദി അറേബ്യയിൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക താവളം ഉറപ്പിച്ച് ഇറാന് നേർക്ക് ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. തൊട്ടടുത്തടുത്ത രാജ്യങ്ങളില്ലേ സിറിയയും സൗദി അറേബ്യയും. സൗദിയിൽ ഇപ്പോൾ തന്നെ ഇസ്രായേലിന് താവളമുണ്ട്, അമേരിക്കയ്ക്ക് താവളമുണ്ട്. അതിൽ കൃത്യമായ ഭയപ്പാട് ഇറാനുമുണ്ട്. ഇപ്പോൾ ഇറാൻ പരമോന്നത നേതാവ് ഖമനേയി ഇസ്രയേലിന് നേരെയും അമേരിക്കയ്ക്ക് നേരെയും വെല്ലുവിളികൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഖമനേയി പറയുന്നു. ജനങ്ങൾ തന്നോടൊപ്പം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അതേസമയം തന്നെ ബുധനാഴ്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ ഖത്തറിലെത്തിയിരുന്നു. ഖത്തറിനോട് ആവശ്യപ്പെട്ടത് വീണ്ടും മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാകണം, ഇസ്രയേലിനോടും അമേരിക്കയോടും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറയണം എന്നുള്ള യാചിക്കുന്ന ഒരു നിലപാടിലേക്ക് വരെ പെസഷ്ക്യാന് എത്തേണ്ടി വന്നിട്ടുണ്ട്. അല്ല, ഇറാൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കുറച്ചൊരു വിവരവും വെളിവും ഒക്കെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന നീക്കങ്ങളാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും ഒക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ ഖമനേയി അങ്ങനല്ല. ഖമനേയിയുടെ ചരിത്രം എടുത്താൽ ആദ്യത്തെ ആയത്തുള്ള ഖൊമേനി ഒരിക്കലും ഇപ്പോഴത്തെ ഖമനേയി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചതല്ല. അന്ന് ഇദ്ദേഹം ഇറാൻ പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ അവസാന കാലത്ത് അന്നത്തെ ആയത്തുള്ള ഖൊമേനിയുമായി ആശയഭിന്നതയിലായിപ്പോയി ഇപ്പോഴത്തെ ഈ ഖമനേയി.
1989 ഖൊമേനി മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് തൻ്റെ പിന്തുടർച്ച അവകാശക്കാരൻ എന്നുള്ള സ്ഥാനമൊന്നും നൽകിയിരുന്നില്ല. പകരം മറ്റൊരാളെയായിരുന്നു ഖൊമേനി ആഗ്രഹിച്ചത്. എന്നാൽ അന്നത്തെ അസംബ്ലി സഭ ഇദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. പ്രസിഡന്റ് എന്നുള്ള ഒരു സ്ഥാനം ഉപയോഗിച്ച് അസംബ്ലി സഭയിലെ ഭൂരിപക്ഷം ഇദ്ദേഹം തന്നെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എന്ന നിലയിൽ ഖമനി ആയത്തുള്ള പദവി ഏറ്റെടുത്ത് ഇറാന്റെ പരമോന്നത നേതാവായി. അന്ന് മുതൽ ആദ്യ ഖൊമേനിക്ക് ഇല്ലാതിരുന്ന പല കാര്യങ്ങളിലും പല സ്വപ്നങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത്ര ദീർഘകാലം ഇറാനെ നയിച്ചു. പക്ഷേ തൊട്ടടുത്തുള്ള എർദോഗൻ ഇദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നില്ല. മിക്ക അറബ് രാജ്യങ്ങളും ഇദ്ദേഹത്തിന്റെ ഈ പരമോന്നത സ്ഥാനം അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. ഷിയ ഭരണകൂടങ്ങൾ ലോകം ഭരിക്കണമെന്നുള്ള ഈ ഖമനയുടെ ആഗ്രഹത്തിന് ഒരൊറ്റ അറബ് രാജ്യങ്ങളും പിന്തുണച്ചിരുന്നില്ല. UAE, സൗദി അറേബ്യ തുടങ്ങിയ സുന്നി രാജ്യങ്ങളൊക്കെ ഇറാനോട് വലിയ ശത്രുതാ മനോഭാവമാണ് പുലർത്തിയത്. സൗദിയെ തളർത്താൻ, UAE തളർത്താൻ ഹൂതികളെ ഉപയോഗിച്ച എത്രയോ ആക്രമണങ്ങൾ ഇറാൻ ആസൂത്രണം ചെയ്ത് അവർക്ക് ആയുധം കൊടുത്തു, പണം കൊടുത്തു. അവിടെയൊക്കെ അന്ന് സൗദി അറേബ്യയുടെ രക്ഷയ്ക്കെത്തിയത്, UAEയുടെ രക്ഷയ്ക്കെത്തിയത് അമേരിക്കയും ഇസ്രയേലുമാണ്. ഇസ്രയേലിന്റെ സംരക്ഷണമാണ്, ഇസ്രയേലിന്റെ പൂർണ്ണ സഹകരണമാണ് ഇപ്പോഴും UAE, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളുടെ ഒരു നട്ടല്. അമേരിക്ക അവിടെ എത്തി നിൽക്കുന്നുവെങ്കിൽ അത് മൊസാദിന്റെയും ഇസ്രായേലിന്റെയും കൃത്യമായ ഓപ്പറേഷനാണ്. അതുകൊണ്ട് അറബ് രാജ്യങ്ങളിൽ നിന്ന് വലിയ പിന്തുണയൊന്നും ഇക്കാര്യത്തിൽ ഖമനേയിക്ക് കിട്ടത്തില്ല. ഖമനേയിയുടെ ഈ ദുർബല നീക്കങ്ങൾ ആത്യന്തികമായി ഇറാന് ദോഷമാകാനേ സാധ്യതയുള്ളൂ. ഹിസ്ബുള്ളയോട് നേരത്തെ തന്നെ ആയുധം വെച്ച് കീഴടങ്ങി ഇസ്രായേലുമായുള്ള ആക്രമണം നിർത്താൻ ഉപദേശിക്കാമായിരുന്നു ഖമനേയിക്ക്. ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ വിട്ടുകൊടുത്ത് ഒരു വെടിനിർത്തലിന് മുൻകൈയെടുക്കാമായിരുന്നു ഖമനേയിക്ക്. അതിനു പകരം ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുമെന്ന് തുടർച്ചയായി വെല്ലുവിളിച്ച് ഒരു ശത്രുവിന്റെ നായകവേഷം കെട്ടി നിൽക്കേണ്ട ആവശ്യമൊന്നും ഖമനേയിക്കില്ല. അവിടെയാണ് ഖമനേയിക്ക് തെറ്റുപറ്റിയത്. ഇപ്പോൾ തന്നെ ഈ അറബ് രാജ്യങ്ങളിൽ പലരും അത് വികസനമാണ് തങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രധാന മാർഗം, അതായത് തങ്ങളുടെ രാജ്യം ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ വികസനത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള പല അറബ് രാജ്യങ്ങൾ, അതായത് ഇപ്പം സൗദി ആണെങ്കിലും ഖത്തർ ആണെങ്കിലും അവര് തീവ്രവാദത്തെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറല്ലാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ കാലത്തും ഇറാന്റെ ഈ ഒരു മനോഭാവത്തിൽ മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല. തന്നെ പിന്തുണയ്ക്കാൻ ചില രാജ്യങ്ങൾ തനിക്കൊപ്പം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് ലെബനനിലാണെങ്കിലും സിറിയയിൽ, അതുകൂട്ട് യമനിൽ, ഇവിടെയെല്ലാം തന്നെ തങ്ങളെ പിന്തുണയ്ക്കുന്ന ഓരോ സംഘങ്ങളെ തയ്യാറാക്കി നിർത്തുന്നു. ഇവരെ തന്റെ ശത്രുക്കൾക്ക് നേരെ ഉപയോഗിക്കുന്ന ഒരു മനോഭാവമാണ് എല്ലാ കാലത്തും. മസൂദ് പെസഷ്കിയാനെ കൊണ്ട് അതിലൊരു മാറ്റം കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല. ഇനി ഇറാന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് ആരൊക്കെ തന്നെ വന്നാലും ഇതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ബാക്കി. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും. അവിടെ 1940 തൊട്ടുള്ള ചരിത്രം എടുത്താൽ മധ്യേഷ്യയുടെ പാരീസ് എന്നായിരുന്നു ലെബനൻ അറിയപ്പെട്ടത്. ജോർദാൻ വലിയ സാമ്പത്തികമായി ഉയർന്ന തലത്തിലുള്ള രാജ്യമായിരുന്നു. സമാനമായി ഇറാഖ് വലിയ കരുത്തുള്ള ഒരു രാജ്യമായിരുന്നു. ഇറാഖ് എന്തുകൊണ്ടാണ് തകർന്നടിഞ്ഞത്? സദ്ദാം ഹുസൈൻ ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരി ഈ ഖമനേയിയാണ്. ഇപ്പോഴത്തെ ഖമനേയിയല്ല, ഇതിനു മുമ്പിലത്തെ ഖൊമേനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരി എന്ന് ഒരിക്കൽ സദ്ദാം ഹുസൈൻ പറഞ്ഞിരുന്നു. ഖൊമേനി 1979 ആ ഇസ്ലാമിക വിപ്ലവത്തിന് തൊട്ടു മുൻപ് അദ്ദേഹം പാരീസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒളിവിൽ താമസിച്ചത് ബാഗ്ദാദിലായിരുന്നു. അന്ന് ഇറാഖിന്റെ വൈസ് പ്രസിഡന്റായിട്ട് സദ്ദാം ഹുസൈൻ വരുന്നു. സദ്ദാം ഹുസൈൻ പറഞ്ഞു, ഇയാളെ ഇവിടെ താമസിപ്പിക്കരുത്, വരും ലോകത്തിലെ ഏറ്റവും അപകടകാരിയെ നമ്മൾ ബാഗ്ദാദുകാർ ഒളിപ്പിച്ചു വെക്കരുതെന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിച്ചു വിടുകയാണ്. അവിടുന്നാണ് പിന്നീട് പാരീസിലേക്ക്, ഫ്രാൻസിൽ അഭയം തേടി ഒരു ടൂറിസ്റ്റ് വിസയിലാണ് അന്നത്തെ റൂഹല്ല ഖൊമേനി കടന്നു കളഞ്ഞത്. അപ്പോൾ അന്നു മുതൽ സദ്ദാം ഹുസൈൻ ഏറ്റവും അപകടകാരികളായി കണ്ടത് ഇറാന്റെ ഈ ആത്മീയ നേതാക്കളെയാണ്. പിന്നീട് 1980 മുതൽ 88 വരെ നീണ്ടുനിന്ന ഇറാഖ് ഇറാൻ യുദ്ധം, അതാണ് സദ്ദാമിന്റെ നടുവൊടിച്ചത്. അത് സദ്ദാമിന്റെ ഒരു ആർത്തി എന്ന് പറയാം. കാരണം ഇറാനെ കീഴടക്കി ഇറാനെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്നു. മറുവശത്ത് അമിതമായ ഷിയാവൽക്കരണത്തിനെതിരെ സദ്ദാം ഹുസൈൻ നിലപാടെടുത്തു. ഇറാഖിലേക്ക് സൂത്രത്തിൽ ഷിയ വികാരം കലർത്തിവിട്ട് അവിടെ ആഭ്യന്തര കലകം പൊട്ടിമുളപ്പിച്ച് അതിനുശേഷം സദ്ദാമിനെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു അന്നത്തെ റൂഹല്ല ഖൊമേനി മെനഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് സദ്ദാം അന്ന് ആക്രമണവുമായി ഇറങ്ങിയത്. ഇതിൽ ഇസ്രായേൽ അന്ന് കൃത്യമായ പിന്തുണ ഇറാന് നൽകി. അതിന് ഇസ്രായേലിന് ചില വാണിജ്യപരമായ താല്പര്യങ്ങളുണ്ട്. അതിലപ്പുറം ഇറാഖിന്റെ ഒരു ആണവ കേന്ദ്രം അപകടമാണെന്ന് അന്നേ ഇസ്രായേൽ കണക്കൂട്ടി. എന്നാൽ ആണവ കേന്ദ്രം തകർക്കുകയായിരുന്നു ഇസ്രായേൽ ആദ്യം ചെയ്തത്. ഇറാൻ ഇറാഖ് യുദ്ധത്തെ തുടർന്ന് ഇറാഖ് സാമ്പത്തികമായി തകർന്ന തരിപ്പണമായി, കരുത്തുള്ള ഒരു രാജ്യം.
അതിനുശേഷം അവരുടെ അന്ന് അവർ മുഖ്യമായി കടമെടുത്തിരുന്നത് കുവൈറ്റ് ബാങ്കിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആ കുവൈറ്റ് യുദ്ധം പിന്നീട് വന്നത്. സദാം ആദ്യം കടം എഴുതി തള്ളണമെന്ന് പറഞ്ഞു, കുവൈറ്റ് അംഗീകരിച്ചില്ല, പിന്നെ കയറി ആക്രമിച്ചു. അതോടുകൂടി ഇറാഖ് എന്ന വളരെ സമ്പദ് സമൃദ്ധമായ ഒരു രാജ്യം തകർന്നടിയുന്ന കാഴ്ച. പിന്നീട് അമേരിക്കയുടെ ഇറാഖിലെ അധിനിവേശം, അതിനുശേഷം അമേരിക്ക പിൻവാങ്ങുന്നു. പിന്നീട് ഇറാഖ് ഇന്ന് വരെ ഒരു സാമ്പത്തികമായി തല ഉയർത്തിയിട്ടില്ല. സമാനമായ അനുഭവമാണ് ലെബനനിൽ സംഭവിച്ചത്, ജോർദാനിൽ സംഭവിച്ചത്, മറ്റ് സിറിയയിൽ സംഭവിച്ചത്. സിറിയയിൽ ആഭ്യന്തര കലഹം അതിരൂക്ഷമാണ്. സിറിയയിലും ഇറാഖിലും ഒക്കെ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇറാൻ സായുധ സംഘങ്ങൾ കടന്നു കയറി അവർ നടത്തുന്ന ഷിയാവൽക്കരണമാണ്. അവിടുത്തെ സുന്നി വിഭാഗത്തെ വളരെ അലോസരപ്പെടുത്തുന്നു. യമൻ നല്ല ഫലഭൂഷ്ടമായ ഒരു രാജ്യമായിരുന്നു, സമ്പദ് സമൃദ്ധമായിരുന്നു അവിടെ ഒരു കാലത്ത്. അവിടെയാണ് ഹൂതികളെ വളർത്തി ഭരണം പിടിച്ച് ആഭ്യന്തര കലഹത്തിലൂടെ ഒരുപാട് ജനങ്ങളെ, ഏകദേശം 1.5 ലക്ഷം ജനങ്ങളെയാണ് യമൻ കൊല ചെയ്യപ്പെട്ടത്. അത് ഈ ഹൂതികളുടെ ഒരു കഴിഞ്ഞ കുറെ വർഷത്തെ ആക്രമണത്തിന്റെ ബാലൻസ് ഷീറ്റാണ്. എന്തായാലും ഇപ്പോൾ ഇറാൻ പരമോന്നത നേതാവ് ഹമാസ് നടത്തിയ ഒക്ടോബർ 7 ആക്രമണത്തെ പോലും വിശുദ്ധീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അത് നീതീകരിക്കപ്പെടേണ്ട ആക്രമണമാണ് എന്നാണ് പറഞ്ഞത്. അമേരിക്കയെ പരമോന്നത നേതാവ് പട്ടിയെന്ന് വിളിക്കുന്നു, പേപ്പട്ടി എന്ന് വിളിക്കുന്നു, ജൂതരാഷ്ട്രത്തെ രക്തരക്ഷസ് എന്ന് പറയുന്നു. ഇതൊക്കെയാണ് അഭിസംബോധന ചെയ്തുകൊണ്ട് പരമോന്നത നേതാവ് പറയുന്നത്. നേരത്തെ ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ തന്റെ അനുയായികളോട് ഇവർ തങ്ങൾക്ക് എല്ലാ കാലത്തും വിലങ്ങുതടിയായി നിൽക്കുന്ന രാജ്യങ്ങളാണ്, അവരെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെയും പോകണമെന്നാണ് 10,000-ങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഖമനേയി പറഞ്ഞത്. ഞങ്ങൾ ഖമനേയിക്കൊപ്പമുണ്ട് എന്ന് എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ തൊട്ടടുത്ത നിമിഷം തന്നെ അമേരിക്ക രംഗത്തേക്ക് വന്ന് നിന്നിട്ട് ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് ഖമനേയിക്ക് മറുപടി കൊടുക്കുന്നു. പക്ഷേ ആ സമയത്ത് പോലും ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല. ലെബനനിൽ ആക്രമണം ശക്തമാക്കുന്നുണ്ട്, പക്ഷെ ഒരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞുകൊണ്ട് ഒരു പ്രതികരണം ഇസ്രയേലിൽ നിന്നുണ്ടായി. ഞങ്ങൾ ഇറാന് കൃത്യസമയത്ത് മറുപടി കൊടുക്കും, അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി എന്ന് ഐഡിയ പ്രഖ്യാപിച്ചു. അത് ഒക്ടോബർ 7 ആയിരിക്കില്ലേ? അതിനുള്ള സാധ്യതകളാണ് ഏറെ. പക്ഷെ ഇസ്രായേലിന്റെ നീക്കങ്ങൾ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുക വയ്യ. ഇസ്രായേൽ എന്താണ് കരുതുന്നത്? ഒരു പക്ഷേ ഒക്ടോബർ 7-ാം തീയതിക്ക് മുൻപ് 6-ാം തീയതി വൈകിട്ട് അവരൊരു ആക്രമണം നടത്തിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം 7-ാം തീയതി അവരെ സംബന്ധിച്ച് ഒരു ദിവസമാണ്, ദുഃഖാചരണത്തിലുള്ള ഒരു ദിവസമാണ്. അപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. ഇസ്രായേലിന്റെ നീക്കങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്, ഒരു പുകമറയ്ക്കുള്ളിൽ. അവരുടെ ഏത് ആണവായുധമുണ്ട് എന്ന് ലോകത്തിനൊരു നിശ്ചയമില്ല. ഇസ്രായേൽ ആണവ ശക്തിയാണ് എന്ന് ലോകം വിശ്വസിക്കുന്നു. പക്ഷെ ഇസ്രായേലിന്റെ ആണവ നിലയങ്ങൾ എവിടെ? ആകെ ഒരു കുഞ്ഞൻ ബാല് പോലത്തെ ഒരു രാജ്യമാണ്. എവിടെയാണ് അവരുടെ ആണവ നിലയം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആണവായുധങ്ങളുണ്ടോ? ഈ ചോദ്യത്തിനൊന്നും ഇതുവരെ ലോകത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. അതാണ് ഇസ്രായേൽ. ഇപ്പോൾ തന്നെ എല്ലാവരും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും ചർച്ചകൾ വരുന്നത്. പക്ഷെ ഇറാന്റെ ആണവ നിലയങ്ങൾ എവിടെ എന്നുള്ളതിനെ കുറിച്ച് കൃത്യം റൂട്ട് മാപ്പ് ഇസ്രായേൽ തന്നെ പുറത്തുവിടുന്നു. അപ്പൊ ഇറാനെ സംബന്ധിച്ച് ഒന്നും അവർക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നില്ല. ഇസ്രായേൽ ചാരന്മാർ അവർക്കിടയിൽ തന്നെയുണ്ട്. മുൻപൊരിക്കൽ ഇറാന്റെ ഒരു ആണവ കേന്ദ്രം പ്രവർത്തിപ്പിച്ചിരുന്നപ്പോൾ അതിന്റെ ഡയറക്ടർ ഒരു മൊസാദ് ചാരനായിരുന്നു. ഈ വാർത്തകളൊക്കെ നമ്മൾ എപ്പോഴും വായിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ യുദ്ധത്തിലേക്ക് അമേരിക്കയും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒക്ടോബർ 7-ന് എന്തും സംഭവിക്കാം. അതെന്തായിരിക്കുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഇവിടെ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കുമ്പോൾ എല്ലാവരും ഇസ്രയേലിനെ വിളിക്കുന്ന ആൾക്കാരാണ്. അതിന് താഴെ വന്ന് നിന്ന് ഇതിനെ എതിർക്കുന്നവർ ഇറാന്റെ തിരിച്ചടികൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഇവിടെയും ചർച്ചകൾ, കേരളത്തിൽ പോലും ചർച്ചകൾ നടക്കുകയാണ്. ഒക്ടോബർ 7-ന് എന്തായിരിക്കാം സംഭവിക്കുക? എന്തും സംഭവിക്കാം എന്ന് തന്നെയാണ് കണക്ക് കൂട്ടാൻ പറ്റുന്നത്. കാരണം കണക്കുകൾ കൂട്ടാൻ മാത്രമേ നമുക്ക് കഴിയൂ. സാറ് പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേൽ എങ്ങനെയായിരിക്കും മറുപടി കൊടുക്കുക എന്നുള്ളത് അവസാന നിമിഷം വരെയും ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഈ വിഷയത്തിൽ സംസാരിച്ച സാർ, നമസ്കാരം.